പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയല്ലോ. ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും? സർവശക്തനായ, സർവജ്ഞാനിയായ, സർവത്തിനും ഉടയവനായ, സർവ സൃഷ്ടിയുടെയും ഉടമസ്ഥനായ, സകല അഖിലാണ്ടത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ഇന്നു പകൽക്കാലം നമ്മുടെ നാവിനെ ചലിപ്പിക്കുവാൻ ആർക്കൊക്കെ സാധിക്കും? ഹല്ലേലൂയ. ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച ആ വലിയ ഹല്ലേലൂയ പ്രൊട്ടക്ഷനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യാം. തലമുറകളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ കർത്താവ് സൂക്ഷിച്ചുവല്ലോ. നാം ആയിരിക്കുന്ന മേഖലയിൽ ഹല്ലേലൂയ കാലാവസ്ഥ പ്രതികൂലങ്ങൾ നടക്കുമ്പോൾ, അപകടങ്ങൾ, ഹല്ലേലൂയ പകർച്ചവ്യാധികൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച വലിയ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് വചന ചിന്തയ്ക്ക് ആധാരമായി 12-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കാം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഈ ഹല്ലേലൂയ കാലഘട്ടത്തിൽ ഭക്തിയുണ്ട് എന്ന് ഹല്ലേലൂയ പേര് മാത്രമേ ഉള്ളൂ. ഭക്തിയില്ലാത്ത ജീവിതങ്ങളാണ് നമുക്ക് ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഇയ്യോബ് തൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ചതുപോലെ എത്ര പ്രതികൂലത്തിൻ്റെ നടുവിലും കഷ്ടതയുടെ നടുവിലും നമ്മെ ഒറ്റപ്പെടുത്തുന്നവരുടെ നടുവിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹോവയോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇയ്യോബിനെ മാനിച്ച ദൈവം ഹല്ലേലൂയ നമ്മയും മാനിപ്പാൻ ശക്തനാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ആർക്കൊക്കെ ഭക്തിയോടെ ആയിരിക്കുവാൻ സാധിക്കും? ആർക്കൊക്കെ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം അനുസരിക്കുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കുവാൻ ആർക്കൊക്കെ സാധിക്കും? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, കർത്താവ് ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്ന് എൻ്റെ സ്വർഗത്തിലെ ദൈവം രാജാതി രാജാവ് നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പലരും അലസമായി നടന്ന് ഉദാസീനതയോടെ ഇരുന്ന് പലപ്പോഴും പല നിമിഷങ്ങൾ, പല സമയങ്ങൾ, സന്ദർഭങ്ങൾ പാഴാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പൂർവ്വ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ ആരാധിച്ചു മഹത്വപ്പെടുത്തിയതുപോലെ അനേകം മിഷണറിമാർ കർത്താവിന് വേണ്ടി കത്തിയെറിഞ്ഞതുപോലെ ആർക്കൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. അബ്രഹാം സ്റ്റൈൽസിനെയും കുടുംബത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതുപോലെ ഹർസൺ ടൈലർ ഹല്ലേലൂയ ഹല്ലേലൂയ അതുപോലെ അനേകം മിഷണറിമാർ രക്തസാക്ഷിയായി ആർക്കു വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ഹല്ലേലൂയ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ ഹല്ലേലൂയ ചിലപ്പോൾ നമ്മളെ ഹല്ലേലൂയ വിഷമത്തിലേക്ക് കൊണ്ടുവരുവാൻ വേറൊരു വ്യക്തിക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ ആത്മാവിനെ തൊടുവാൻ ഒരു വ്യക്തിക്കും സാധിക്കയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ പ്രതികൂലങ്ങൾ അനവധി കയറി വരുമ്പോൾ, നാം പോലും ചിന്തിക്കാത്തതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ഓർക്കുക, ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കൂടുതൽ ആരൊക്കെയാണോ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അടുത്തുന്നത്, ആരൊക്കെയാണോ ഭക്തിയെ മുറുകെ പിടിച്ചത്, അവർക്ക് പ്രതികൂലങ്ങൾ, പരീക്ഷകൾ ഏറെയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ സഹിച്ചു നിന്നു കഴിഞ്ഞാൽ കൂടെ വാഴുവാൻ സാധിക്കും. ഹല്ലേലൂയ. നാം പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ കർത്താവ് തന്ന ഹല്ലേലൂയ ആ ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ സഖിത്വമുള്ളവർക്ക്, കർത്താവുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർക്ക് കർത്താവ് ഹല്ലേലൂയ അങ്ങയുടെ നിയമം അറിയിക്കുവാൻ
ഇടയാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഭക്തന്മാർ ഹല്ലേലൂയ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ രഹസ്യമായി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ജീവിതമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയുണ്ടെന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ചിലപ്പോൾ നിന്നെ കാണുമ്പോൾ ഹല്ലേലൂയ ഭാഗ്യമായി കാണുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആർക്കും ഒന്നും ഹല്ലേലൂയ പറയുവാനില്ല. പക്ഷേ ആന്തരികമായി ഹല്ലേലൂയ വലിയൊരു സന്തോഷം നിന്റെ ജീവിതത്തിലില്ലേ? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ വച്ചേച്ചു പോയ മാതൃകയുണ്ട് കേട്ടോ. ദൈവസനയിൽ ആത്മാർത്ഥമായി ആരാധിക്കുവാൻ, ദേശത്തിനു വേണ്ടി ഇടവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ ക്രിസ്തുവിൽ ബലം പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ ജീവനുള്ള വചനപ്രകാരം ജീവിക്കുവാൻ, കർത്താവിൻ്റെ വചനത്തിൽ പിടിച്ചു നിൽക്കുവാൻ, കർത്താവ് തന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പോലും ചേരാത്ത അനേക വാക്കുകൾ നാം കേൾക്കേണ്ടി വരും. നാം പോലും ചിന്തിക്കാത്തത് അനേക പ്രവൃത്തികൾ നാം കാണേണ്ടി വരും. അനേക പ്രതികൂല കാറ്റുകളിൽ കൂടെ നാം പോകേണ്ടി വരും. ഹല്ലേലൂയ. അനേക നദി നാം കാണേണ്ടി വരും. അനേക ഹല്ലേലൂയ തീയിൽ കൂടെ ഹല്ലേലൂയ കടക്കേണ്ടി വരുമോ? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, എത്ര നദി, എത്ര വെള്ളം നമ്മുടെ മീതെ ഹല്ലേലൂയ കവിഞ്ഞാലോ നമ്മെ നശിപ്പിക്കുക ഒരു പ്രതികൂലത്തിനോ ഒരു വെള്ളത്തിനോ ഹല്ലേലൂയ ഒരു തീക്കോ നമ്മെ ഹല്ലേലൂയ നഷ്ടമാക്കുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ കർത്താവിനുള്ളവളാണ്, നീ കർത്താവിനുള്ളവനാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തിയിൽ നമ്മെ നടത്തുക സർവശക്തനായ ദൈവമുണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത് കേട്ടോ. പലപ്പോഴും നമ്മുടെ ഹല്ലേലൂയ മകൾക്ക് വേണ്ടി, മകന് വേണ്ടി പല ദിവസങ്ങൾ കരഞ്ഞ നിമിഷങ്ങളില്ലേ? പലപ്പോഴും ഹല്ലേലൂയ വെയിറ്റ് ചെയ്ത് ഹല്ലേലൂയ മാനസികമായി ഹല്ലേലൂയ ഭാരപ്പെട്ട് എങ്ങനെ ഫീസ് അടയ്ക്കോ, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ വാടക അടയ്ക്കുമെന്ന് ഹല്ലേലൂയ നോക്കി ഹല്ലേലൂയ വിഷമിച്ചിരുന്നപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കർത്താവ് വഴി തുറന്നില്ലേ? ജനമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, എന്ത് പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാലും അത് ദൈവനാമ മഹത്വത്തിനായി തീരണം. ഹല്ലേലൂയ. എന്തൊക്കെയാണോ ഹല്ലേലൂയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, ഏതു വ്യക്തിയുടെ ജീവിതത്തിലും അനേക പ്രവൃത്തികൾ നാം കാണുവാൻ സാധിക്കുന്നു. പക്ഷെ അത് ദൈവനാമ മഹത്വമായി തീർന്നു. ലാസറിന്റെ ജീവിതത്തിൽ താൻ ഹല്ലേലൂയ മരിച്ചു, ഹല്ലേലൂയ തന്നെ ഹല്ലേലൂയ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചതായി കാണാം. അവിടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, പലപ്പോഴും നാം ഓർക്കും, എൻ്റെ കർത്താവ്, എൻ്റെ കുടുംബത്തിൽ എന്താ കർത്താവ് ഇങ്ങനെ ഒരു പ്രതികൂല, എന്തുകൊണ്ട് എൻ്റെ തലമുറയ്ക്ക് ഹല്ലേലൂയ വേണ്ടും വിധത്തിൽ വിദ്യ അഭ്യസിപ്പിക്കുവാൻ സാധിക്കുന്നില്ല, എന്തുകൊണ്ട് ഹല്ലേലൂയ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുന്നു? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ കർത്താവിന്റെ സന്നിധിയിൽ ഇറങ്ങി തിരിച്ചോ. പ്രതികൂലങ്ങളുണ്ട്, നിരാശ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ക്രിസ്തുവിന്റെ സന്നിധിയിൽ, ക്രിസ്തു എന്ന പാറമേല് നീ ഉറച്ചു നിന്നാൽ വഴുതി പോകുക എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഭക്തന്മാർ ഹല്ലേലൂയ ഭൂമിയിൽ ഇല്ലാതെ പോകുകയാണ്. ആർക്കൊക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും? ആരൊക്കെ എനിക്ക് വേണ്ടി ഹല്ലേലൂയ പോകും? ഹല്ലേലൂയ. കർത്താവിന്റെ സുവിശേഷവുമായി ആർക്കൊക്കെ പോകുവാൻ സാധിക്കും? ഹല്ലേലൂയ. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചന ആരോടൊക്കെ കർത്താവ് ഹല്ലേലൂയ വ്യക്തിപരമായി അറിയിക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ. അങ്ങനെ പോകുവാൻ സാധിക്കാത്തവർ ദേശത്തിന് വേണ്ടി ഇടവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ എത്ര സമയം വേർതിരിക്കുവാൻ സാധിക്കും? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ഹല്ലേലൂയ ജനമേ, പലപ്പോഴും നമ്മുടെ ഉപജീവന മാർഗത്തിനു വേണ്ടി പല ഹല്ലേലൂയ വിനോദ കാര്യങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പല ഹല്ലേലൂയ മാനുഷികമായി ഹല്ലേലൂയ കൺകുളിർക്കെ കാണുക അനേക കാര്യങ്ങൾക്ക് വേണ്ടി സമയം വെറുതിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, എൻ്റെ കർത്താവ് ഹല്ലേലൂയ ദൈവവചനത്തിൽ കൂടെ പറയുന്നത് എന്താണ്? ഭക്തന്മാർ ഭൂമിയിൽ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നീ വിശ്വസ്തത പുലർത്തുവാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ, നിന്റെ തലമുറയുടെ വിഷയത്തിൻ്റെ നടുവിൽ വിശ്വസ്തനായ ദൈവം നിന്നെ കാക്കുവാനിടയാകും. ഒന്നുകൂടെ പറയട്ടെ, നീ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ വിശ്വസ്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വസ്തനായ ദൈവം നമ്മെ കാക്കുവാനിടയാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പലപ്പോഴും
പലപ്പോഴും കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഓ കർത്താവ് ദർശനം തന്നതാണ്, നടക്കുന്നില്ല. ഓ നീ പ്രാർത്ഥിക്കുക, ദൈവം തന്നെ അതിനുവേണ്ടിയുള്ള ആളുകളെ ക്രമപ്പെടുത്തും. ഹല്ലേലൂയ. സാമ്പത്തികമായ കാര്യങ്ങൾ ക്രമപ്പെടുത്തും. ഓ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ എരിവോടെ നിൽക്കുക, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ഇടിവിൽ നിൽക്കുവാൻ. ഹല്ലേലൂയ. ഓ അനേക ഹല്ലേലൂയ വ്യക്തികളെ ഹല്ലേലൂയ ദൈവം ഏൽപ്പിച്ചേക്കെയാണ്. ഹല്ലേലൂയ. അനേക ആൾക്കാർ പട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ, ഓ ഹല്ലേലൂയ, ഭക്തന്മാർ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോ, വിശ്വസ്തന്മാർ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോ, ആർക്കൊക്കെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മുന്നോട്ട് വരുവാൻ സാധിക്കും? ആർക്കൊക്കെ ഇടിവിൽ നിൽക്കുക, ദേശത്തിന് വേണ്ടി കരയുവാൻ സാധിക്കും, രാജ്യത്തിന് വേണ്ടി കരയുവാൻ സാധിക്കും? അനേക സംഭവങ്ങൾ മാനസികമായി തകർന്ന അവസ്ഥയിൽ കാണുന്ന അനേക ന്യൂസുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജനമേ, ഈ ദിവസങ്ങളിൽ കരയുക. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വിശ്വസ്തത പുലർത്തുക. കർത്താവിന്റെ സന്നിധിയിലുള്ള ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാനം വരെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തത പുലർത്തുക. സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. കർത്താവ് തരുന്ന ഹല്ലേലൂയ ചില കാലഘട്ടങ്ങൾ കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങുക, ക്രിസ്തുവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുക. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.